പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്ന് ഏതാണ്ട് 9:30 കൂടിയാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഈ മരം. ഇത് റെയിൽവേ കോമ്പൗണ്ടിലാണ്, റെയിൽവേ സ്റ്റേഷന്റെ ട്രെയിനൊക്കെ കടന്നു പോകുന്ന ആ കോമ്പൗണ്ടിലാണ് ഉള്ളത്. ആ ഭാഗത്തെ ഈ ഭാഗം പൊട്ടി വീഴുകയായിരുന്നു. റോഡിലേക്കാണ് പൊട്ടി വീണത്. വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരുപക്ഷെ ഇതിലൂടെ വാഹനങ്ങളൊക്കെ നിരന്തരം കടന്നു പോകുന്ന പാതയാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ മരം ഏതാണ്ട് പൂർണ്ണമായി പൊളിച്ചു മാറ്റി ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ, ബസ് അടക്കം കടന്നു പോകുന്ന പാതയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ഇതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ. എന്തായാലും അത്ഭുതകരമായാണ് ആ അപകടം ഒഴിവായത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഇവിടേക്ക് എത്തിയാണ് ഇപ്പോൾ മരം പൂർണ്ണമായി നീക്കിയിട്ടുള്ളത്. ആർക്കും അപകടം പറ്റിയില്ല എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം, വലിയ ആശ്വാസകരമായ സംഭവമാണ്. ഏതായാലും ഞങ്ങൾക്ക് ഒരു 9:15 മെസ്സേജ് കിട്ടുന്ന ഒരു മരം വീണ്, റെയിൽവേയുടെ മരം കൊണ്ട് വീണതായിട്ട് നമ്മൾ പറഞ്ഞു. ഉടനെ നമ്മളിവിടെ വന്നു. ഏതായാലും അപ്പോൾ വന്ന ഉടനെ അന്വേഷിച്ചപ്പോൾ അത്ഭുതകരമായിട്ടാണ് ആളുകൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. കാരണം ആൾക്കാർ പാസ് ചെയ്യലും മരം വീഴലും ഏകദേശം ഒരേ സമയത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ മരങ്ങൾ മുറിച്ച് മാറ്റി. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം എടുത്തു. നല്ല വലിയ വണ്ണമുള്ള മരമായിരുന്നു. ആ മരം മുറിച്ച് മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഭാഗമാണ് പൊളിഞ്ഞതെന്ന് തോന്നുന്നില്ല, പൊളിഞ്ഞു. അതെ, അവിടെ നിന്ന് പൊട്ടി വീഴുക ചെയ്തത്. അതുപോലെ തന്നെ അതിൻ്റെ വേര് അടിയോടെ മുറിഞ്ഞ് ഇങ്ങോട്ട് മറിയുകയാണ് ചെയ്തത്. ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ഫയർഫോഴ്സിന് പൂർണ്ണമായി ആ മരം പൊളിഞ്ഞു വീണ ഭാഗമടക്കം മുറിച്ചു മാറ്റി ഇവിടുത്തെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു നേരിയ തോതിൽ ഗതാഗത തടസ്സം ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ മുറിച്ചു മാറ്റുന്ന സമയം വരെയും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായി മുറിച്ചു മാറ്റി ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ നീക്കി അവർക്ക് ഈ ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. അതായത് ഈ മരത്തിൻ്റെ ഈ ഭാഗമാണ് പൊട്ടി വീണത്. ഒരുപക്ഷെ അത് വാഹനയാത്രക്കാർ കടന്നു പോകുന്ന സമയമായിരുന്നെങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പൂർണ്ണമായി ഇവിടെ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വേണു. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന്.